ഹമാസിന് മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗാസയിൽ ഇപ്പോഴും തടവിലാക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ബന്ദികളെയും ഹമാസ് മോചിപ്പിച്ചില്ലെങ്കിൽ നരകത്തിന്റെ വാതിലുകൾ തുറക്കുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേലും അമേരിക്കയും സംയുക്ത നടപടി ആലോചിക്കുന്നുണ്ടെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഇരു കൂട്ടരും തമ്മിലുള്ള ബന്ദി കൈമാറ്റം നടക്കുന്നതിനിടെയാണ് നെതന്യാഹുവിന്റെ ഭീഷണി വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് പൊതുവായൊരു പദ്ധതിയുണ്ട്, എന്നാൽ അത് ഇപ്പോൾ പരസ്യമാക്കാനാവില്ല. അവസാനത്തെക്കാൾ ഉൾപ്പെടെ എല്ലാ ബന്ദികളെയും മോചിപ്പിച്ചില്ലെങ്കിൽ ഗാസയിൽ നരകത്തിന്റെ വാതിൽ തുറക്കുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും. നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത പ്രസ്താവനയിലാണ് നെതന്യാഹുവിന്റെ പരാമർശം വന്നിരിക്കുന്നത്. ഹമാസിന്റെ സൈനിക ശേഷിയും ഗാസയിലെ അവരുടെ ഭരണവും ഇല്ലാതാക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ ബന്ദികളെയും തിരികെ കൊണ്ടുപോകാനും ഇനിയൊരിക്കലും ഗാസ ഇസ്രായേലിന് ഭീഷണിയാകില്ലെന്നും ഉറപ്പു തരും. ഈ ലക്ഷ്യങ്ങൾ വേഗത്തിൽ നേടാൻ ഞങ്ങൾക്ക് അമേരിക്കയുടെ അകമഴിഞ്ഞ പിന്തുണയുമുണ്ട്, നെതന്യാഹു പറയുന്നു. ഹമാസിന് ഒരു സൈനിക ശക്തിയോ സർക്കാർ ശക്തിയോ തുടരാനാവില്ല എന്ന് പ്രസ്താവിച്ചുകൊണ്ട് ഇസ്രായേലിനുള്ള US പിന്തുണ റൂബിയോ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു. ഹമാസ് അധികാരത്തിൽ തുടരുന്നിടത്തോളം കാലം സമാധാനം അസാധ്യമാകും, അത് ഇല്ലാതാക്കണം എന്ന് അദ്ദേഹം ഊന്നി പറയുന്നു. യുദ്ധത്തിലുടനീളം ട്രംപ് ഇസ്രായേലിനെ ശക്തമായി പിന്തുണയ്ക്കുകയും ചെയ്തു. അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ഹമാസിനെയും ഗാസയും ഇല്ലാതാക്കാൻ വേണ്ടി അവർക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൽ ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ യുദ്ധം പൂർണ്ണമായും അവസാനിച്ചോ ഇല്ലയോ എന്ന ചോദ്യവും നിലനിൽക്കുകയാണ്. ഗാസയുടെ മനുഷ്യർ ഇപ്പോഴും പല രാജ്യങ്ങളെയും പലായനം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ഡൊണാൾഡ് ട്രംപിനെ എതിർത്തുകൊണ്ട് ഇറാനും മറ്റ് മുസ്ലിം രാജ്യങ്ങളും ഇപ്പോൾ രംഗത്ത് വരികയും ചെയ്തു. രാജ്യങ്ങൾ തമ്മിലുള്ള ഈ യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തും എന്നുള്ളതും തീർച്ചയാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന്റെ ഈ ഒരു അവസ്ഥ ഇപ്പോൾ ഇന്ത്യയിലും പ്രതിഫലിക്കുന്നുണ്ട്. കാരണം പലതരത്തിലുള്ള വ്യത്യസ്തമാർന്ന യുദ്ധങ്ങൾ നമ്മുടെ ഇന്ത്യയിലും ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. എന്നാലും ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധങ്ങൾ ഇതുവരെയായും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി അത് എപ്പോഴാണ് കഴിയുക എന്നുള്ള ചോദ്യം ഇവിടെ പ്രസിദ്ധമാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഉടൻ അവസാനിച്ചില്ലെങ്കിൽ അത് വലിയൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിക്കും എന്നുള്ളതും തീർച്ചയാണ്.